ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനും ഇക്കാക്കയും മോളും കൂടി രാവിലെ തന്നെ പോവുകയാണ് കേട്ടോ അങ്ങോട്ട്. അവിടുത്തെ ഞങ്ങൾ പോകുന്ന യാത്രയും അവിടുത്തെ വിശേഷങ്ങളും, ഞങ്ങൾ അവിടുന്ന് ഒരു ചെറിയൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കണേ. ഇങ്ങനെ വീടൊക്കെ എത്താറായിട്ടോ. എൻ്റെ വീട് ഊരകം എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഭയങ്കര നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അതിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങള് വീട്ടിലൊക്കെ എത്തി. അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താത്തമാരെ കുട്ടികളൊക്കെയാണ് കേട്ടോ ഇത്. മോൾക്ക് പിന്നെ കമ്പനിക്കായിട്ട് താത്താരെ കുട്ടികളെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വരുന്നത്, കാരണം എല്ലാവരും കൂടി കളിക്കാലോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ ആയിട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയും ഫുഡൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതൊന്നും എല്ലാവർക്കും ക്യാമറൻ്റെ മുമ്പിൽ വരാൻ ഇഷ്ടമില്ലാത്തതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവിടുത്തെ സ്ഥലം എൻ്റെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് നടന്ന് പോകാനേ ഉള്ളൂ. ഞങ്ങൾ മലയേക്കൊക്കെ പണ്ട് പോയിട്ടുണ്ടായിരുന്നു, ഊരകം മല ഒക്കെ പറയും. അവിടേക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ എപ്പോഴും പോകുമായിരുന്നു കേട്ടോ, എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോഴൊക്കെ. ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് എപ്പോഴും ഒരു ദിവസമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ പിന്നെ അതിനൊന്നും ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ എല്ലാവരും കൂടിയും കൂടിയപ്പോൾ നമുക്ക് അങ്ങനെ പോവുക. വെള്ളച്ചാട്ടം, ഒരു നല്ല വെള്ളമുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെ പോകുമ്പോൾ നല്ല സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ എവിടേക്കെങ്കിലുമൊക്കെ പോവാറുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ടിട്ടോ. അങ്ങനെ ഓരോരുത്തർ വീഴുന്നുണ്ട്, ഓരോരുത്തർ എണീക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ പോക്കാട്ട് പോണത്. എനിക്ക് എൻ്റെ നാടിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഒരു പച്ചപ്പുകളുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ. കാരണം ഇന്നെ കല്യാണം കഴിച്ച വീട് മലപ്പുറം ആ ഭാഗത്താണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ടൗൺ ഏരിയ അങ്ങനത്തെ ഒരു സ്ഥലവും. ഞാൻ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഭയങ്കരമായിട്ട് പ്രകൃതിനോടൊക്കെ സംബന്ധിച്ച് നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അവിടെയെന്ന് പറയണത്. എൻ്റെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിങ്ങനെ തോട്ടിൽ കുളിക്കാനേ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിരുന്നു. പക്ഷെ ആ ഒരു ഇതൊന്നും ഇപ്പം നമുക്ക് കിട്ടൂലല്ലോ അല്ലേ. ഞാൻ അങ്ങനെ ചിന്തിച്ച് പോവാട്ടോ ഇവിടേക്ക് ഇങ്ങനെ ഞങ്ങൾ പോയപ്പോഴേ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തോരം കളികളൊക്കെ കളിച്ച് എത്ര ടൈം തോട്ടിൽ നീന്താൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോവായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം എപ്പോഴേലും പോകുമ്പോൾ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ പോകാറുള്ളൂ കേട്ടോ അങ്ങനത്തെ സ്ഥലത്തേക്ക്. അപ്പോൾ മക്കൾക്കൊന്നും ഇതൊന്നും എക്സ്പീരിയൻസേ ഉണ്ടാവില്ല, കാരണം നമ്മളാണല്ലോ ഓരോ കൊണ്ടുപോകാനുള്ളത്. നമ്മൾ മടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. പിന്നെ എല്ലാവരും കൂടി കൂടിയപ്പോൾ അങ്ങനെ പോയെന്നേ ഉള്ളൂ. ആ വിശേഷങ്ങളാണ് കേട്ടോ അതൊക്കെ. പൊതുവേ വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ നല്ല ഇഷ്ടമുള്ള കൂട്ടത്തിൽ വിട്ടതാട്ടോ. ഇവിടേക്ക് പോയപ്പോൾ ഓൾക്ക് നല്ല ഇഷ്ടമായിക്കോട്ടെ, പക്ഷെ ഓൾക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ലല്ലോ, കാരണം ഫുൾ കാടുകള്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഓൾക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടോ ഇറങ്ങാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം എന്നോടും കൂടി പറയണേ, ഉമ്മച്ചി ഇറങ്ങി എന്നിട്ട് നമുക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പോരനൊരു കൂട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചേരൊക്കെ ഓളായിട്ട് അങ്ങനെ കളിച്ചു. പിന്നെ ഒരു വൈകുന്നേരം മഗ്‌രിബ് കൊടുക്കാൻ സമയമായപ്പോൾ പിന്നെ ഞങ്ങള് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോരുകയാണ് കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ഉണ്ടാവുമ്പോൾ നല്ല രസമല്ലേ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ. ദൂരം നമുക്കൊരു വിഷയമായിട്ട് തോന്നിയില്ലല്ലോ, കാരണം എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കുട്ടികളൊക്കെ കുറേ വീയും കുറേ എണീക്കും. അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ അങ്ങനത്തെ ഒക്കെ ഒരു ഇതാവട്ടോ ഉണ്ടാവുക. ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ചീവീടുകളുടെ ശബ്ദങ്ങള്, കാറ്റടിക്കുന്ന ശബ്ദങ്ങള്, വെള്ളത്തിന്റെ ശബ്ദങ്ങൾ, അങ്ങനെയൊക്കെ മനുഷ്യനൊരു ആശ്വാസം നൽകുന്ന ഓരോരോ ശബ്ദങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ നമ്മളെ ബഹളം കൊണ്ട് അതൊന്നും ഇതാവില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ, എൻ്റെ വീട്ടിലേക്ക് പോയ വിശേഷങ്ങളുള്ളൊരു വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.